ഹലോ ഫ്രണ്ട്സ്, കേടായിട്ടുള്ള ഒരു ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് കളയാറാണ് പതിവ്. ഇനി മുതൽ നമുക്ക് കേടായ ആപ്പിൾ കളയേണ്ടി വരില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറേ ടിപ്സുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മിക്സി ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ്. ചെറിയ സിമ്പിൾ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചട്നി ആണെന്നുണ്ടെങ്കിൽ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ തേങ്ങയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കറിക്കാണ് നിങ്ങൾ അരയ്ക്കുന്നത് വെച്ചാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവനും ഉപ്പ് ഇതിൽ ചേർത്തണമെന്നല്ല, എന്നാലും അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തേങ്ങയിലും കൂടി ചേർത്തിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ അരിഞ്ഞ് കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ പരിപ്പെല്ലാം വേവിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ ഒരു 3 വിസിലൊക്കെ വരുന്ന സമയം വേണ്ടി വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വിസിൽ തന്നെ നമുക്ക് ഇത് വെന്ത് വരുന്നതാണ്. അപ്പോൾ ഇനി ഈ പരിപ്പ് വേവിക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ സാമ്പാറിലേക്കോ മറ്റ് കറിക്കൊക്കെ പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് വെജിറ്റബിൾസും വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ്. എന്നിട്ട് ഈ കുതിർന്ന പരിപ്പിലേക്ക് നമ്മൾ ഒരേ സമയത്ത് മറ്റ് വെജിറ്റബിൾസും വേവിക്കുന്നതിനുള്ള സൂത്രം എന്താണെന്ന് കാണിച്ചു തരാം. സാമ്പാറിന് വേണ്ട പരിപ്പ് വേവിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ ഉപ്പേരിക്കുള്ള ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒരു ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരല്പം വെള്ളം, വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കണം എന്നില്ല. നമ്മൾ പരിപ്പിൽ വെള്ളം ഉള്ളത് കാരണം തന്നെ, നമ്മൾ വേവിക്കുന്ന പരിപ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പരിപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളെടുക്കുന്ന ടിഫിൻ ബോക്സ് മൂടി വയ്ക്കാനും മറന്നു പോകരുത്. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഈ ടിഫിൻ ബോക്സ് നമ്മൾ നല്ല ടൈറ്റുള്ള ടിഫിൻ ബോക്സ് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പം ഞാനിത് കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയത് കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനം അതിനുള്ള ലിക്വിഡ് ഇപ്പോൾ ഈ പരിപ്പിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ആയത് കാരണം തന്നെ നല്ല റെഡ് കളറായിട്ട് അതിൻ്റെ ജ്യൂസ് പരിപ്പിൽ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരേ സമയം നമുക്ക് 2 കാര്യങ്ങളാണ് കേട്ടോ, ഉപ്പേരിക്കും അതേപോലെ തന്നെ നമ്മളുടെ സാമ്പാറിനുള്ള പരിപ്പ് ഒരേ സമയം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സമയവും ലാഭമാണ്, ഗ്യാസും ലാഭമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കിച്ചണിൽ ഒരുപാട് നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്ന ഷൂകളൊക്കെ ഉണ്ടാവില്ലേ, ഇതുപോലത്തെ ഷൂകളൊക്കെ നല്ലതുപോലെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് പോളിഷുകളും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ടാണ് കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ തൊലി എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ തേച്ച് കൊടുക്കുന്ന അതേ സമയത്തിന് നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ക്ലീൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കറുപ്പ് കളറിനൊരു നല്ലൊരു ഷൈനിങ് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് കളർ ഷൂവിന് നല്ലതുപോലെ ഷൈനിങ് ആയി കിട്ടുന്നുണ്ട്. പഴത്തിൻ്റെ തൊലി ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുമ്പോൾ പഴത്തിന് എന്തെങ്കിലും നാരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഷൂ നല്ല പോളിഷായി കിട്ടും കേട്ടോ. അപ്പോൾ സ്കൂൾ ഷൂ ഒക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പോളിഷ് ചെയ്യുന്നതിൻ്റെ ജോലി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നല്ലതുപോലെ ആ പോളിഷ് മുന്നേ ചെയ്തിട്ടുള്ള പോളിഷും കൂടി നമുക്ക് റിമൂവായി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടിഷ്യൂ പേപ്പർ നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ദോശക്കല്ല് ചില സമയത്ത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും, നമുക്ക് എടുക്കാനേ കിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണല്ലോ കേട്ടോ. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തും, ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലെ വരുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ പൊടിയുപ്പില്ലേ, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഈ ഉപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഉപ്പും എണ്ണയും കൂടി നല്ലതുപോലെ ചൂടാവാൻ തുടങ്ങും കേട്ടോ. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് കണ്ടോ ചെറുതായിട്ട് ഈ ഉപ്പുള്ള ഭാഗത്തൊക്കെ കണ്ടോ ഈ ഉപ്പിൻ്റെ കളറ് മാറി. എന്നിട്ട് ഇതുപോലെ ചട്ടം കൊണ്ട് വെറുതെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ലതുപോലെ മിനുസായി വരും. നമ്മൾ അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അതെല്ലാം റിമൂവായി കിട്ടും.
അപ്പോൾ നിങ്ങളുടെ ദോശക്കല്ലിൽ നിന്ന് മാത്രമല്ല ഈ വേറെ എന്തെങ്കിലും ഫ്രൈ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് എത്ര എണ്ണ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കും. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഏറ്റവും നല്ല ടിപ്സാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ഒന്ന് തിളയ്ക്കുക. നല്ല ചൂടുള്ള ദോശക്കല്ലല്ലേ, നല്ല തിളച്ചിട്ട് ആ വെള്ളം മാറ്റിയാൽ മതി. അടുത്ത എന്താ നോക്കാം. നമ്മൾ വീട്ടിൽ ചിലപ്പോഴെങ്കിലും ആപ്പിൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ കേട് വന്ന് പോകാറില്ലേ. അപ്പോൾ അങ്ങനെ കേട് വന്നിട്ടുള്ള ആപ്പിൾ ഇനി കളയണ്ട കേട്ടോ. നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റാക്കി കളയാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കളയുന്നതിന് മുന്നേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഇത് നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ ഒരുപാട് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരുപാട് നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പല പ്രോഡക്റ്റുകൾ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് പണം ചിലവാക്കേണ്ടി വരില്ല ഇതുപോലത്തെ ആപ്പിളുകൾ ഉണ്ടെങ്കിൽ. നമ്മളിതും കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇത്തരം പഴങ്ങൾ നമ്മൾ വേസ്റ്റാക്കി പോകുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ കേടായിട്ടുള്ള ആപ്പിളുകളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം കേടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേടുകളാണെങ്കിലെല്ലാം എടുക്കാം. ഒരുപാട് അഴുകിപ്പോയതൊന്നും ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ. കേടായിട്ടുള്ള 3 ആപ്പിൾ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഏറ്റവും കൂടുതൽ ചീഞ്ഞ പോലുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം എടുക്കുന്നില്ല. ബാക്കിയുള്ളതെല്ലാം ഈ ആപ്പിളിൻ്റെ കുരുവും എല്ലാം ചേർത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ചേർത്തുന്നുണ്ട് കേട്ടോ. കുരു എടുത്ത് തനിയെ മാറ്റുന്നില്ല. എന്നിട്ടൊരു മിക്സി ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാണ് കേട്ടോ ആദ്യം ചെയ്തത്. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതാണ്ടോ, നല്ല ഡാർക്ക് കളറിൽ കുറച്ച് സമയം വെച്ചത് കാരണമാണ് ഇപ്പോൾ ഈ ഒരു കളർ വന്നിരിക്കുന്നത്. നമ്മൾ കേടുന്ന ആപ്പിളല്ലേ. എന്നിട്ട് ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ആപ്പിൾ മാത്രം. എന്നിട്ട് നമ്മളിപ്പോൾ മിക്സി ജാറിലേക്കും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരല്പം വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഈ ആപ്പിൾ അരച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ നിറച്ച് വെള്ളം ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളമാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. കുറച്ചൊരു സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. നമ്മളുണ്ടാക്കുന്ന ഈ ആപ്പിൾ സൈഡർ വിനീഗർ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും ഇട്ട് കൊടുത്താൽ മതിയിട്ട്. ഇതിപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇത് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ കണ്ടോ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഒരാഴ്ച ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ആപ്പിൾ വിനീഗർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആപ്പിൾ വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഈസ്റ്റും ഒരല്പം പഞ്ചസാരയും ചേർത്താൽ മാത്രം മതി. ഈ ആപ്പിളിൻ്റെ ലിക്വിഡ് നല്ലതുപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച ഉണ്ടപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഈസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ചേർത്തില്ല. ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഒഴിക്കാണ്ട് വെച്ചത് കാരണമാണ് ഇപ്പോൾ ഒരാഴ്ച മാറ്റി വെച്ചിരുന്നത് ഞാൻ. ഇപ്പോൾ കണ്ടോ എല്ലാം പൊങ്ങിയതൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ആപ്പിളിൻ്റെ ഇതിൻ്റെ മുകളിലാണ് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഈ വിനീഗർ മാത്രമാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു തുണി വെച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നമുക്കത് അരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളൊരു അരിപ്പയിലാണ് അരിക്കുന്നത് വെച്ചാൽ കുറച്ചെങ്കിലും അതിൻ്റെ ഈ ആപ്പിളിൻ്റെ ഒരു തരി വരുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരു തുണിയിൽ തന്നെ ഇതുപോലെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതലിത് ഈ വിനീഗർ നമുക്ക് നമ്മുടെ പല ക്ലീനിങ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഇപ്പോൾ ആപ്പിൾ വിനീഗർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഫുഡായിട്ട് നമുക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ. ഈ വിനീഗർ നമുക്കിനി ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു പുളിച്ചിട്ടുള്ള ഒരു ആപ്പിൾ ജ്യൂസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അതിൻ്റെ എഫക്റ്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ സ്മെല്ലിന് അത്തരത്തിലുള്ളൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വല്ല എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ കുക്കിങ്ങിൻ്റെ വാനില എസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പെർഫ്യൂമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനെന്താ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചാൽ ഒരു ചെറിയ ലെമൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലെമൺ എടുത്തിട്ട് ഇതുപോലെ ലെമണിൻ്റെ തൊലി എടുക്കുകയാണ്. തൊലി ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ചെത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചുരണ്ടി എടുത്താലും മതി, ചെറിയ നമ്മൾ ഇതിൽ വെച്ചിട്ട് ചുരണ്ടി എടുക്കില്ലേ, അങ്ങനെ ചെയ്താലും മതി. ഞാനത് കത്തി വെച്ചിട്ട് ഇതുപോലെ ചെത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലെമണിൻ്റെ തൊലി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്കിന്നിട്ട് കഴിഞ്ഞാൽ. ഈ ഒരു വിനീഗർ ഞാനിത് ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ആക്കണം കേട്ടോ.
ഒരു 2-3 സ്പൂണ് വരുന്ന രീതിയിൽ ഞാൻ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിനീഗർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് ജനൽ വാതിലുകളിലൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വാതിലാണെങ്കിലും ശരി, ജനൽ, ഗ്ലാസ്, അങ്ങനത്തെ കമ്പി എന്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് തുടയ്ക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ മാറാല പിടിക്കുന്നത്, അതേപോലെ തന്നെ ചെതലുകൾ വരുന്നതിനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. മാറാല പെട്ടെന്ന് മാറാലകൾ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ ഈ ആപ്പിൾ വിനീഗർ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ആപ്പിൾ വിനീഗർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് പൈസയ്ക്ക് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആപ്പിൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ജനലാണെങ്കിലും വാതിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്താൽ മതി. നല്ല ക്ലീൻ ആവുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല ലെമണൊക്കെ ഇട്ടത് കാരണം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. പിന്നെ മാറാലൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്രവണത ഇല്ലാതെ കേട്ടോ. ഞാൻ കുറച്ച് വിനീഗർ എടുക്കുന്നത് ഒട്ടും വെള്ളം ചേർത്താണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ടോയ്ലറ്റിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2-3 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കംപ്ലീറ്റ് കറകളും പോവും, അതോടൊപ്പം തന്നെ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനും ഈ ഒരു വിനീഗർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇത് ഒരു 1/2 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിന് ശേഷം ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് സോപ്പ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു വിനീഗർ അതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അഴുക്കായിട്ടുള്ള തുണികളൊക്കെ അതിലൊന്ന് മുക്കി വെക്കുക. ഒരു 1/2 മണിക്കൂർ ഇതുപോലെ മുക്കി വെച്ചാൽ മതി. നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ അതിലുള്ള അഴുക്കും മെഴുക്കൊക്കെ പോകുന്നതാണ്. നമ്മൾ കിച്ചണിലുള്ള ടവലൊക്കെ ആകുമ്പോൾ ഒരുപാട് അഴുക്കും ഉണ്ടാവും, അതുപോലെ തന്നെ എണ്ണമയോ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിനീഗറും സോപ്പും കൂടി മിക്സ് ആയിട്ടുള്ളതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. എന്നിട്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.